ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ അടരുകളിലും ചേർന്നിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്തുതികീർത്തനങ്ങളാണ്. കാരണം അല്ലാഹു നിയോഗിച്ച മുഴുവൻ പ്രവാചകന്മാരോടും ഒരു ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവരവരുടെ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നാൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അംഗീകരിക്കുമെന്ന് ഉടമ്പടി ചെയ്യാതെ ഒരു നബിയെയും അല്ലാഹു ലോകത്തേക്ക് നിയോഗിച്ചില്ല. അപ്പോൾ അവരും വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയാനാണ്. കഴിഞ്ഞുപോയ കിതാബുകൾ മുഴുവനും അല്ലാഹു ഇറക്കിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവറിയിക്കാനാണ്. തോറയിൽ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുമെന്ന്. ഇഞ്ചീലിൽ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുമെന്ന്. സബൂറിൽ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുമെന്ന്. എല്ലാ പ്രവാചകന്മാരും യുഗങ്ങളുടെ ഓരോ ഘട്ടത്തിലും പറഞ്ഞു വരുമെന്ന്. അപ്പോൾ ഈ ലോകത്തെ തന്നെ അല്ലാഹു തആല പടച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന അഫ്ളലുർ റസൂലിനെ ആനയിച്ച് ആഘോഷിക്കാൻ വേണ്ടിയാണ്. കാരണം എന്തേ? വലാകിർ റസൂലല്ലാഹി വഖാതമൻ നബിയ്യീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്ന് അവിടുത്തെ ശരീഅത്ത് പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു നബിയും വരാനില്ല. മറ്റുള്ള നബിമാര് മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഗമനം അറിയിക്കാൻ വേണ്ടി വന്ന നബിമാരാണ്. അപ്പോൾ ലോകത്ത് ആകെ വന്നതാരാണ്? അതെന്റെയും നിങ്ങളുടെയും റസൂലാണ്. സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്, സല്ലല്ലാഹു അലൈഹി. നിങ്ങൾ ആലോചിക്കണം, ആകെ ഈ ലോകത്ത് വന്നതാരാണ്? അതിഥി ആരാണ്? അല്ലാഹുവിന്റെ പ്രപഞ്ചത്തിലേക്ക് അല്ലാഹു തആല ഒരു അതിഥിയെ അയച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള നബിമാരോ ഈ അതിഥിയെ അറിയിക്കാൻ വന്നതാണ്. ബാക്കിയുള്ള നബിമാര് ഓരോരോ പ്രവിശ്യയിൽ വന്ന് പറഞ്ഞു, ഓരോരോ കാലത്ത് വന്ന് പറഞ്ഞു, ഓരോരോ ദേശത്ത് വന്ന് പറഞ്ഞു. ഈ ലോകത്തിന് മുഴുവനും ഒരതിഥി വരാനുണ്ടെന്ന്. വേറെ ആരും ലോകത്തിന് മുഴുവനും വന്നവരല്ല. അപ്പൊ അല്ലാഹു ഉണ്ടാക്കിയ ലോകത്തിന്റെ അതിഥി ആരാണ്? ഒരേ അതിഥിയേ ഉള്ളൂ. അതാരെന്നറിയുമോ? ചമക് തുജ്സേ പാത്തേ ഹേ സബ് പാനേ വാലേ, മേരാ ദിൽ ഭീ ചമകാ ദേ ചമകാനേ വാലേ. ഈ ലോകത്തെ മുഴുവനും പ്രഭ വിതറിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഈ ലോകത്തിന് അങ്ങനെ ഒരു VIP അതിഥിയേ ഉള്ളൂ. വേറെ എല്ലാവരും അതിഥിയെ അറിയിക്കാൻ വേണ്ടി വന്നവരാണ്. ഇങ്ങനെ അങ്ങ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വായിച്ചാൽ ബൂസീരി ഇമാം തങ്ങൾ പറഞ്ഞതുപോലെ കൈഫ തർഖാ റുഖിയകൽ അംബിയാഉ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ ആത്മാവാണ്. ഈ പ്രപഞ്ചത്തിലെ അതിഥിയാണ്. ഈ പ്രപഞ്ചത്തിന്റെ അലങ്കാരമാണ്. ഈ പ്രപഞ്ചത്തിന്റെ സൗന്ദര്യമാണ്. അല്ലാഹുവിന്റെ സൃഷ്ടികളുടെ മുഴുവനും ആധികാരികമായ നേതൃത്വമാരാണ്. വേറെ ആരുമല്ല, മദീനേ വാലേ ഹബീബ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സദസ്സൊന്ന് സ്വലാത്ത് ചൊല്ലിയിട്ട് സഹകരിക്കണം. ഇത് സ്വലാത്തിന്റെ നഗരിയാണ്. കോടാനുകോടി സ്വലാത്ത് വർഷിച്ച ഒരു നഗരിയാണിത്. അപ്പോൾ ഇവിടെ സ്വലാത്തിന് ഒന്നുകൂടി പുണ്യുണ്ട്.
പഴയ പള്ളികൾ ഒരുപാട് ആളുകൾ സുജൂദ് ചെയ്ത സ്ഥലമാണ്. ആ പള്ളിക്ക് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പുതിയ പള്ളിയേക്കാൾ ആളുകൾ സുജൂദ് ചെയ്ത് പണ്ടേ അള്ളാഹുവിനെ ആരാധിച്ച ഒരു മഹത്വമുണ്ട്. തിരിച്ചു വരട്ടെ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ ആധികാരികമായ നേതൃത്വമാണ്.